വയനാട് അമ്പുകുത്തി എടയ്ക്കൽ മലനിരകളിൽ അനധികൃതമായി നിർമ്മിച്ച 7 റിസോർട്ടുകൾ പൊളിക്കാൻ സബ് കളക്ടറുടെ ഉത്തരവിൽ പ്രതീക്ഷയർപ്പിച്ച് പരിസ്ഥിതി സംഘടനകൾ. സുൽത്താൻ ബത്തേരി തഹസീൽദാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിസോർട്ടുകൾ പൊളിച്ചു നീക്കി 20 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് മാനന്തവാടി സബ് കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഉത്തരവിനെതിരെ റിസോർട്ട് ഉടമകൾ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങുമെന്നാണ് പരിസ്ഥിതി സംഘടനകളുടെ ആശങ്ക. ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിലും ഉയർന്ന അപകട മേഖലയിലും പെടുന്ന 7 റിസോർട്ടുകൾ പൊളിച്ചു നീക്കാനാണ് മാനന്തവാടി സബ് കളക്ടർ ഉത്തരവിട്ടത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ പൊളിച്ചു നീക്കി 20 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിലുണ്ട്. റിസോർട്ടുകളിൽ അനധികൃതമായി കുളവും ടാങ്കുകളും നിർമ്മിച്ചതും സ്വാഭാവിക നീരുറവ തടഞ്ഞുവെച്ചതായും പരിശോധന സംഘം കണ്ടെത്തിയിരുന്നു. ഉരുൾപൊട്ടൽ അപകടങ്ങൾ ഉണ്ടായാൽ താഴ്വാരത്തെ നിരവധി കുടുംബങ്ങൾക്ക് അപകട സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് പൊളിച്ചു നീക്കാൻ സബ് കളക്ടർ ഉത്തരവിറക്കിയത്. കയ്യേറ്റങ്ങളിലും റിസോർട്ട് നിർമ്മാണത്തിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം ഇതിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴെങ്കിലും ഇത് പൊളിച്ചു മാറ്റാൻ ഒരു ഉത്തരവിട്ടത് ആശാവഹമാണ്. പക്ഷേ അത് എത്രമാത്രം ഈ ഉന്നതന്മാരുടെ ഇടയിൽ നടപ്പാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. 2024 ഓഗസ്റ്റ് 9 അമ്പുകുത്തി മലയിൽ നിന്ന് ഉഗ്രശബ്ദം കേട്ടതോടെ പ്രദേശവാസികൾ വലിയ ഭീതിയിലായിരുന്നു. ഭൂചലനമാണോ എന്ന സംശയത്തിൽ ഒട്ടേറെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. മലമുകളിൽ അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നതായി പ്രദേശവാസികൾ പരാതി ഉന്നയിക്കുകയും ചെയ്തു. ജില്ലാ വികസന സമിതി യോഗത്തിലെ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സബ് കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിറക്കിയത്. അമൃത ന്യൂസ്, വയനാട്.